വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ആക്ച്വലി ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള യാതൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ആലം സ്റ്റോണിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ, അതിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ വീഡിയോയിൽ തന്നെ ആ ഒരു സംഭവം കൂടി ആഡ് ചെയ്യാം. ഞാൻ അതിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ഫേസ് പാക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും വേണ്ടില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ടും അതേപോലെ തന്നെ ഫേസ് വാഷ് ആയിട്ടും രണ്ട് രീതിയിലും യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ബാലൻസ് വന്നിട്ടില്ല ആ ഒരു മിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ആലം സ്റ്റോൺ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ബാഗിൽ എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഡേർട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് ഫേസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ആരോഗ്യത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറി കിട്ടും. നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ആലം സ്റ്റോൺ എന്ന് പറയുന്നത്. വെറുതെ പറയല്ല, നിങ്ങൾ വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു സെയിം ആലം സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഫേസ് പാക്കായിട്ടും ഫേസ് വാഷ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ആലം സ്റ്റോൺ ആദ്യം തന്നെ എടുക്കുന്നത്, നമുക്ക് എത്രയാണോ ആവശ്യം അത്ര മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും എടുക്കുന്നത് പോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് ചെറിയ പീസ് മാത്രം നോക്കിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയിട്ടുള്ള പച്ചവെള്ളം പോലത്തെ വെള്ളമില്ലേ, അതിൽ ഈ ഒരു ആലം സ്റ്റോണ് മിക്സ് ചെയ്ത് വെക്കുക. ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അലിയട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് റോസിൻ്റെയും അതേപോലെ തന്നെ സാൻഡൽവുഡ് പൗഡറിൻ്റെയും മിക്സാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ ഈ ഒരു ആലം സ്റ്റോൺ ഇട്ടിട്ടുള്ള വെള്ളം മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ആലം സ്റ്റോണിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. കണ്ടിട്ടില്ലാത്ത ആളുകൾ ഞാൻ ഐക്കാർട്ടിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളും ജസ്റ്റ് പോയി കണ്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് നോക്കാം കേട്ടോ. നമുക്ക് വെള്ളം എത്ര വേണം എന്നുള്ളത് അതിനനുസരിച്ച് ആലം സ്റ്റോണിൻ്റെ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള റോസ് പൗഡർ അതേപോലത്തെ സാൻഡൽവുഡ് പൗഡറിൻ്റെ മിക്സ് എന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ടുള്ളൊരു പൗഡറാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രാനുൾസ് വേണമായിരുന്നു ഫേസ് ഒന്ന് സ്ക്രബും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സ്ഫോളിയേറ്ററും കൂടി ആയിട്ട് കിടന്നോട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് സ്ക്രബ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടിയില്ലേ, പുട്ടിൻ്റെ പൊടിയില്ലേ, ഗ്രാനുൾസ് ഉള്ള ആ ഒരു സംഭവമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ഇഷ്ടമുള്ള വെച്ചാൽ അത് ഗ്രാനുൾസ് ഉള്ള സാധനം ചേർത്ത് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫേസും ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഫേസിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ്. നമ്മൾ എടുത്തിട്ടുള്ള ആലം സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് നല്ലൊരു കൂളിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്, റോസ് പൗഡറും അതേപോലെ തന്നെ സാൻഡൽവുഡ് പൗഡറാണ്. അതും നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. ഓയിൽനെസ്സിനൊക്കെ ഒന്ന് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പോഴ്സിലുള്ള ഓയിൽനെസ്സിനൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ്. നമ്മുടെ ഫേസ് ഒന്ന് ഓയിൽനെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല തണുപ്പും കിട്ടും. പിന്നെ അതേപോലെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഫേസ് സ്റ്റീം ചെയ്യുക കേട്ടോ. സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ പോഴ്സൊക്കെ ഒന്നുകൂടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഫേസിലേക്ക് ഇടുമ്പോൾ നമ്മുടെ പോഴ്സിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്താണുള്ളത് അതിനെയൊക്കെ ഒന്ന് പുറത്തേക്ക്
കളയാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. പോഴ്സിലേക്ക് ഇറങ്ങിയിട്ട് നല്ല പോഴ്സൊക്കെ ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നതാണ്. പിന്നെ ഫേസിൽ പാക്ക് ഇട്ടതിന് ശേഷം സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അറിയാലോ, റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നെറ്റിയിലും മൊത്തത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടി ഇടേണ്ടതാണ്. ആക്ച്വലി ഞാൻ നെക്കിൽ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ വിചാരിച്ചു വേണ്ട, ഫേസിൽ മാത്രം ഇട്ടാൽ മതിയെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളിടുമ്പോൾ എന്തായാലും ഫേസിലും അതേപോലെ തന്നെ നെക്കിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ ചെവിയും ഇടുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ഫേസ് ഒരു നല്ല ബ്രൈറ്റും കഴുത്ത് ബ്രൈറ്റ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു മാതിരിയാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇടുക കേട്ടോ. ഫേസിലും നെക്കിലും അതേപോലെ ചെവിയിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഏതായാലും ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഉണ്ട്. ഈ ഒരു സെയിം സാധനം നമുക്ക് ഫേസ് വാഷ് ആയിട്ടും യൂസ് ചെയ്യാം. അതായത് രാവിലെ നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു DIY ഫേസ് വാഷ് പൗഡറായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഞാൻ ഡേ ടൈമിൽ വേറൊരു ഫേസ് വാഷും അതേപോലെ തന്നെ നൈറ്റിൽ വേറെയുമാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഓക്കെ, അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. DIYs ആണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഫേസിലിട്ടിട്ടുള്ള ഐറ്റം വെയിറ്റ് ചെയ്തിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസ് ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. നനയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ള ആലം സ്റ്റോൺ ഇല്ലേ, നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള വീഡിയോയിൽ ആ ഒരു ആലം സ്റ്റോണിനെ ഞാൻ എടുക്കണേ. അത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മുഖത്ത് നല്ലൊരു സ്ക്രബ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ ഞാൻ ആക്കിയപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ കൈവച്ചിട്ട് ഇതാക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒന്ന് അടിച്ച് സെറ്റാക്കി കൊടുത്തപ്പോഴാണ് നന്നായിട്ട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യണുണ്ട് കേട്ടോ. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഡേർട്ടും കാര്യങ്ങളും പോഴ്സിലുണ്ടാകുന്ന ഡേർട്ടൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ട് വരും. ഈ ഒരു സംഭവം നിങ്ങൾ വീക്ക്ലി 1 ടൈം അല്ലെങ്കിൽ 2 ടൈം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പോഴ്സിലുണ്ടാകുന്ന ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ പോയി ഒരു പിമ്പിൾസിൻ്റെ അളവ് കുറയും. അതേപോലെ ആക്നി ഇഷ്യൂസ് മാറുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടോ. ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫേസ് പാക്ക്? നല്ല അടിപൊളിയല്ലേ? നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഈ റോസ് പൗഡർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതല്ല, റോസ് പൗഡർ ഇല്ല, സാൻഡൽവുഡ് പൗഡർ മാത്രമേ ഉള്ളൂ വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം. ഗ്രാനുൾസിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പുട്ടിൻ്റെ പൊടിയില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, പഞ്ചസാര ഇല്ലേ, പഞ്ചസാര യൂസ് ചെയ്യാം. ഗ്രാനുൾസിൽ എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് തന്നെ ആഡ് ചെയ്യുകയാണെങ്കിലും, ഇനി അതല്ല ഞാൻ പറഞ്ഞത് പോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫുൾ ബോഡിയിലോ ഫേസിലോ എവിടെയാണോ അത് ഇടാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് ആ ഒരു ഏരിയയിൽ ഇടുക. ഇതിപ്പോൾ ആലം സ്റ്റോൺ ആ ഒരു ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു സ്പ്രേയിലാക്കി വെച്ച സംഭവമില്ലേ, അതാണെങ്കിലും ഇപ്പോൾ പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മിസ്റ്റേക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെങ്കിൽ നമുക്കൊരു പുതിയ വീഡിയോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു ട്രാവൽ എന്താ പറയുക വ്ളോഗും കൂടി ചെയ്യുന്ന ഒരു ചാനലുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ.